2002 പുറത്തിറങ്ങിയ ഗാങ്സ് ഓഫ് ന്യൂയോർക്ക് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരച്ഛന്റെ മരണവും അതിന് പകരം ചോദിക്കാൻ 16 വർഷങ്ങൾക്ക് ശേഷം ശത്രുവിന്റെ സ്വന്തം ആളായി മാറി തിരിച്ചു വരുന്ന ഒരു മകന്റെയും ഒടുങ്ങാത്ത പ്രതികാരത്തിന്റെ കഥയാണിത്. 1846 ന്യൂയോർക്ക് നഗരം. പുറത്താണെങ്കിൽ അതിശൈത്യമുള്ള ഒരു മഞ്ഞുകാലം. നഗരത്തിന്റെ അടിത്തട്ടിലുള്ള ഒരു ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഒരു കൂട്ടം ആളുകൾ വലിയൊരു യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ്. അവിടെ നിന്നും പുറത്തേക്ക് വരുന്നവർ ലക്ഷ്യമിടുന്നത് ന്യൂയോർക്കിലെ 5 പോയിന്റ്സ് എന്നറിയപ്പെടുന്ന വളരെ കുപ്രസിദ്ധമായ ഒരു തെരുവാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന നേറ്റീവ്സ് എന്ന സംഘവും അയർലൻഡിലെ പട്ടിണി കാരണം അമേരിക്കയിലേക്ക് കുടിയേറിയ ഡെഡ് റാബിറ്റ്സ് എന്ന സംഘവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും പുറത്തുനിന്നും വന്ന ഈ കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നും വിശ്വസിക്കുന്നവരാണ് നേറ്റീവ്സ്. ഡെഡ് റാബിറ്റ്സിന്റെ നേതാവായ പ്രീസ്റ്റ് വാലൻ തന്റെ മകനായ ആംസ്റ്റർഡാമിനെ സാക്ഷിയാക്കിയാണ് ഈ യുദ്ധത്തിന് ഇറങ്ങുന്നത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് സ്വന്തം മുഖം ഷേവ് ചെയ്ത ആ ചോര പുരണ്ട റൈസർ അദ്ദേഹം ആ മകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. 5 പോയിന്റ്സിന്റെ മഞ്ഞ് വീഴുന്ന നിരത്തുകളിൽ ഇരുവിഭാഗവും നേർക്കുനേർ വരികയാണ്. നേറ്റീവ് സംഘത്തെ നയിക്കുന്നത് ബിൽ ദി ബുച്ചർ എന്നറിയപ്പെടുന്ന വില്യം കട്ടിംഗ് ആണ്. തോക്കുകൾക്ക് പകരം വലിയ കത്തികളും മഴുവും ഇരുമ്പ് നട്ടുകളും ഉപയോഗിച്ചുള്ള ഒരു ചോരക്കള്ളമായിരുന്നു അവിടെ നടന്നത്. ആംസ്റ്റർഡാം ഭയത്തോടെ നോക്കി നിൽക്കെ ബിൽ ദി ബുച്ചർ തന്റെ കയ്യിലുള്ള വലിയ കത്തികൊണ്ട് പ്രീസ്റ്റ് വാലിനെ നെഞ്ചിൽ കുത്തി വീഴ്ത്തുന്നു. ശത്രുവാണെങ്കിൽ കൂടിയും പ്രീസ്റ്റിനോട് ബില്ലിന് വലിയൊരു ബഹുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചു വീണപ്പോൾ ബിൽ തന്റെ ചോര പുരണ്ട കത്തി ആംസ്റ്റർഡാമിന്റെ മുഖത്ത് തുടച്ചുകൊണ്ട് പറയുന്നു, നിന്റെ അച്ഛൻ ധീയനായാണ് മരിച്ചത്. സ്വന്തം അച്ഛൻ കൺമുന്നിൽ മരിക്കുന്ന കണ്ട ആ കുട്ടിയുടെ മനസ്സിൽ പകയുടെ വലിയൊരു തീപ്പൊരി അവിടെ ജനിക്കുകയാണ്. ബില്ലിന്റെ വിജയത്തോടെ ഡെഡ് റാബിറ്റ്സ് എന്ന സംഘം എന്നേക്കുമായി ഇല്ലാതാവുകയും ആംസ്റ്റർഡാം ഹെൽഗേറ്റ് എന്ന ഒരു ഓർഫനേജിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം 1862 ആംസ്റ്റർഡാം ഒരു യുവാവായി വീണ്ടും 5 പോയിന്റ്സിലേക്ക് തിരികെ വരികയാണ്. വർഷങ്ങളുടെ പക മനസ്സിലൊതുക്കി തന്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ ആ നഗരത്തിലേക്ക് കാലുകുത്തുന്നു. അമേരിക്കയിലെ സിവിൽ വാർ നടക്കുന്ന സമയമായതുകൊണ്ട് കപ്പലിൽ നിന്ന് വന്നിറങ്ങുന്ന പാവപ്പെട്ട കുടിയേറ്റക്കാരെ അപ്പോൾ തന്നെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്ത് യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ്. ഈ നഗരം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് തന്റെ അച്ഛന്റെ ഘാതകനായ ബിൽ ദി ബുച്ചറാണ്. വില്യം ബോസ്റ്റ്വീഡ് എന്ന വലിയ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനുമായി ചേർന്ന് അമേരിക്കൻ ഗവൺമെന്റിനെ പോലും വിറപ്പിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി അയാൾ മാറിയിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ട്വീഡിന് വോട്ട് ചെയ്യിക്കുക എന്നതാണ് ബില്ലിന്റെ പ്രധാന പണി. രാഷ്ട്രീയക്കാരുമായി നഗരം ഭരിക്കുന്ന ബില്ലിനെ ഒറ്റയടിക്ക് വീഴ്ത്തുക അസാധ്യമാണെന്ന് ആംസ്റ്റർഡാമിന് അറിയാമായിരുന്നു. 5 പോയിന്റ്സിലെ ഓരോ മുക്കിലും മൂലയിലും ബില്ലിന്റെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്റെ യഥാർത്ഥ പേരും വ്യക്തിത്വവും മറച്ചുവെച്ച് പതിയെ അയാളുടെ കൂട്ടത്തിൽ കടന്നുകൂടാൻ ആംസ്റ്റർഡാം തീരുമാനിക്കുന്നു. അവൻ ആദ്യം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അച്ഛൻ മരിച്ചു വീണ ആ സ്ഥലത്ത് പോയി അന്ന് ആ മണ്ണിൽ താൻ കുഴിച്ചിട്ട ആ പഴയ കത്തി തിരിച്ചെടുക്കുക എന്നതായിരുന്നു. തെരുവുകളിൽ വെച്ച് അവൻ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ ജോണി സിറോക്കോയെ കണ്ടുമുട്ടുകയാണ്. ജോണി ഇപ്പോൾ അവിടെ ചെറിയ മോഷണങ്ങളൊക്കെയായി നടക്കുന്ന ഒരു സാധാരണ പയ്യനാണ്. വലിയൊരു ഗുണ്ടയാകാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള കഴിവൊന്നും അവനില്ല. ആംസ്റ്റർഡാം ആരാണെന്ന് ജോണി തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവൻ ആ രഹസ്യം മറ്റാരെയും അറിയിക്കുന്നില്ല. ജോണി വഴി ആംസ്റ്റർഡാം പതിയെ അവിടുത്തെ അധോലോകവുമായി അടുക്കുന്നു. ഇതിനിടയിലാണ് അവൻ ജെന്നി എവർഡീൻ എന്ന വളരെ സുന്ദരിയായ ഒരു യുവതിയെ പരിചയപ്പെടുന്നത്. പുറമേ വളരെ മാന്യമായി നടക്കുകയും എന്നാൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ വളരെ വിദഗ്ധമായ ആളുകളുടെ പോക്കറ്റിൽ നിന്നും വാച്ചുകളും പണവും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കിടിലൻ പോക്കറ്റടിക്കാരിയായിരുന്നു അവൾ. ആംസ്റ്റർഡാമിന് ജെന്നിയോട് പെട്ടെന്ന് തന്നെ വലിയൊരു ആകർഷണം തോന്നുന്നുണ്ട്. എന്നാൽ ജെന്നി സാധാരണക്കാരിയല്ലെന്നും ബിൽ ദി ബുച്ചറുമായി വളരെ അടുത്ത ബന്ധമുള്ള അയാൾ സംരക്ഷിക്കുന്ന ഒരാളാണെന്നും അവൻ പിന്നീട് തിരിച്ചറിയുകയാണ്. അങ്ങനെ ആംസ്റ്റർഡാം ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്കളുടെ വലിയൊരു വലയത്തിനുള്ളിലാണ്. അവൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പോലും ശത്രുവിന്റെ കീഴിലാണ്. എങ്കിലും പിന്മാറാൻ അവൻ തയ്യാറായിരുന്നില്ല. ബില്ലിനെ വീഴ്ത്തണമെങ്കിൽ അവന്റെ കൂടെ തന്നെ കയറി പറ്റണമെന്ന് മനസ്സിലാക്കിയ ആംസ്റ്റർഡാം അതിനുള്ള അവസരത്തിനായി കാത്തിരുന്നു. 5 പോയിന്റ്സിൽ നടന്ന ഒരു വലിയ അടിപിടിക്കിടെ ആംസ്റ്റർഡാം വളരെ ധീരമായി പോരാടുന്നത് ബിൽ ദി ബുച്ചറിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവനിലെ ഭയമില്ലായ്മയും കഴിവും തിരിച്ചറിഞ്ഞ ബില്ല് അവനെ തന്റെ സ്വന്തം സംഘത്തിലേക്ക് ക്ഷണിക്കുന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മുന്നിൽ ഒരു സാധാരണക്കാരനെ പോലെ ചിരിച്ചു നിന്നുകൊണ്ട് അവന്റെ തന്നെ ഏറ്റവും വലിയ വിശ്വസ്തനായി മാറി അവനെ ഇല്ലാതാക്കാനുള്ള ആംസ്റ്റർഡാമിന്റെ ആ വലിയ മാസ്റ്റർ പ്ലാൻ അവിടെ പൂർണ്ണമായും ആരംഭിക്കുകയാണ്. ബുച്ചറിന്റെ സ്വന്തം സംഘത്തിൽ കടന്നുകൂടിയ ആംസ്റ്റർഡാം വളരെ വേഗം തന്നെ അയാളുടെ വിശ്വസ്തനായി മാറുകയാണ്. തന്റെ അച്ഛനെ കൊന്നവന്റെ കൂടെ ഒരു മകനെ പോലെ നിൽക്കേണ്ടി വരുന്നത് അവനിൽ വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ തന്റെ ലക്ഷ്യം നേടാൻ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഇതിനിടയിൽ ആംസ്റ്റർഡാം ഒരുപാട് പഴയ മുഖങ്ങളെ അവിടെ വീണ്ടും കാണുന്നുണ്ട്. തന്റെ അച്ഛന്റെ കൂടെ ഡെഡ് റാബിറ്റ്സിന്റെ സംഘത്തിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ പണത്തിനും അധികാരത്തിനും വേണ്ടി ബില്ലിന്റെ ശെങ്കിടികളായി മാറിയിരുന്നു. അതിലൊരാളാണ് ഹാപ്പി ജാക്ക്. പണ്ട് ഡെഡ് റാബിറ്റ്സിന്റെ പോരാളിയായിരുന്ന അയാൾ ഇപ്പോൾ ബില്ലിന് വേണ്ടി ജോലി ചെയ്യുന്ന അഴിമതിക്കാരനായ ഒരു പോലീസുകാരനാണ്. ബിൽ ദി ബുച്ചറുമായി ആംസ്റ്റർഡാം കൂടുതൽ അടുക്കുംതോറും ബില്ലിന്റെ ചില ഭീകരമായ ചിന്താഗതികൾ അവന് മനസ്സിലാവുകയാണ്. ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരു കശാപ്പുകാരനാണെങ്കിലും മനുഷ്യന്റെ ഭയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബില്ലിന് കൃത്യമായി അറിയാം.
ഒരു ദിവസം ഒരു വലിയ പന്നിയുടെ ജഡം വെട്ടിക്കീറുന്നതിനിടയിൽ ബില്ല് ആംസ്റ്റർഡാമിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയൊക്കെ കത്തികൊണ്ട് കുത്തിയാൽ അയാൾ പെട്ടെന്ന് മരിച്ചു വീഴുമെന്ന് ഒരു സർജനെ പോലെ അയാൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ആ സംസാരത്തിനിടയിൽ ബിൽ തന്റെ പഴയ ശത്രുവായ പ്രീസ്റ്റ് വാലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഏക വ്യക്തി പ്രീസ്റ്റ് ആണെന്നും അയാളെ കൊന്നപ്പോൾ തന്റെ സ്വന്തം ഹൃദയമാണ് മുറിച്ചു മാറ്റപ്പെട്ടതെന്നും ബിൽ പറയുന്നു. തന്റെ അച്ഛനെക്കുറിച്ച് ഈ കൊലയാളി ഇത്രയും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കേട്ട ആംസ്റ്റർഡാം ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ബില്ലിന് ആംസ്റ്റർഡാമിനോട് ഒരു മകനോട് തോന്നുന്നത് പോലെയുള്ള സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ജെന്നിയോടുള്ള ആംസ്റ്റർഡാമിന്റെ പ്രണയം കൂടുതൽ ശക്തമാവുന്നു. ഇവർ തമ്മിലുള്ള ഈ രഹസ്യബന്ധം ആംസ്റ്റർഡാമിന്റെ സുഹൃത്തായ ജോണിക്ക് വലിയ നിരാശയാക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ജോണിക്ക് ജെന്നിയോട് വലിയൊരു പ്രണയമുണ്ടായിരുന്നു. എന്നാൽ അവള് തന്നെ സുഹൃത്തായി മാത്രം കാണുകയും ആംസ്റ്റർഡാമിനെ പ്രണയിക്കുകയും ചെയ്യുന്നത് ജോണിയിൽ വലിയൊരു അസൂയ ഉണ്ടാക്കുന്നു. ഒരു ദിവസം ബിൽ ദി ബുച്ചറും സംഘവും ഒരു തിയേറ്ററിൽ നാടകം കാണാൻ പോകുന്നു. അവർ ഇരിക്കുന്നതിന് നേരെ താഴെയായി ഒരാൾ തോക്കുമായി ഒളിച്ചു നിൽക്കുന്നത് ആംസ്റ്റർഡാം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. ആ വാടക കൊലയാളി ബില്ലിന് നേരെ തോക്ക് ചൂണ്ടുന്ന ആ വലിയ നിമിഷത്തിൽ ആംസ്റ്റർഡാം പെട്ടെന്ന് ബില്ലെന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അയാളെ രക്ഷിക്കുകയാണ്. ആംസ്റ്റർഡാമിന്റെ ഇടപെടൽ കാരണം ആ കൊലയാളിയുടെ വെടിലക്ഷ്യം തെറ്റിപ്പോകുന്നു. തുടർന്ന് ബില്ല് ആ കൊലയാളിയെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നു. തന്റെ അച്ഛനെ കൊന്നവനെ ആംസ്റ്റർഡാം എന്തിനാണ് രക്ഷിച്ചതെന്ന് വെച്ചാൽ ഒരു അജ്ഞാതന്റെ വെടിയേറ്റ് ബിൽ ദി ബുച്ചർ വളരെ നിസ്സാരമായി മരിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. ബില്ലിന്റെ മരണം ഒരു രഹസ്യമായിരിക്കരുത്, മറിച്ച് താൻ ആരാണെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിൽ നോക്കി അവനെ കൊല്ലണം എന്നതായിരുന്നു ആംസ്റ്റർഡാമിന്റെ ആഗ്രഹം. എന്നാൽ അവനെ രക്ഷിച്ചതിലൂടെ ആംസ്റ്റർഡാം ബില്ലിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി മാറുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ അസൂയയും ദേഷ്യവും അടക്കാൻ കഴിയാത്ത ജോണി ഒരു വലിയ ചതി ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൻ രഹസ്യമായി ബുച്ചറിനെ പോയി കാണുകയും ആംസ്റ്റർഡാം ആരാണെന്നുള്ള വലിയ രഹസ്യം അയാളോട് തുറന്നു പറയുകയും ചെയ്യുന്നു. താൻ ഇത്രയും നാൾ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചവൻ താൻ കൊന്ന പ്രീസ്റ്റ് വാലിന്റെ മകനാണെന്ന സത്യം ബിൽ തിരിച്ചറിയുന്നു. എന്നാൽ ഈ സത്യം അറിഞ്ഞിട്ടും ബിൽ അവനെ പെട്ടെന്ന് കൊല്ലാൻ തയ്യാറാകുന്നില്ല. പകരം അവനെ പരസ്യമായി നാണം കെടുത്തി ഇല്ലാതാക്കാൻ അയാൾ വളരെ ക്രൂരമായ അവസരത്തിനായി കാത്തിരുന്നു. 16 വർഷങ്ങൾക്ക് മുമ്പ് ഡെഡ് റാബിറ്റ്സിനെ തോൽപ്പിച്ചതിന്റെ വാർഷികം നേറ്റീവ്സ് വലിയൊരു ആഘോഷമായി കൊണ്ടാടുകയാണ്. ആ വലിയ ആഘോഷത്തിനിടയിൽ ബിൽ തന്റെ പതിവ് കലാപരിപാടിയായ നൈഫ് ത്രോയിങ് കാണിക്കാൻ തുടങ്ങുന്നു. ഇതിനായി അയാൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ജെന്നിയെയാണ്. ഒരു വലിയ തടിബോർഡിന് മുന്നിൽ അവളെ നിർത്തിയ ശേഷം ബിൽ അവളുടെ ശരീരത്തോട് ചേർത്ത് വലിയ കത്തികൾ വളരെ വേഗത്തിൽ എറിയാൻ തുടങ്ങുന്നു. തന്റെ കാമുകിക്ക് നേരെ തന്റെ ശത്രു കത്തികൾ എറിയുന്നത് കണ്ട് ആംസ്റ്റർഡാം വലിയ ഭയത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ബില്ല് മനഃപൂർവ്വം ഉന്നം മോശമായിട്ടാണ് ആ കത്തികൾ എറിയുന്നത്. ആഘോഷങ്ങൾക്കൊടുവിൽ ബില്ല് ആംസ്റ്റർഡാമിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്നു. തന്റെ അച്ഛനെ കൊന്നവനെ ഇനി വെറുതെ വിടാൻ കഴിയില്ലെന്നുറപ്പിച്ച ആംസ്റ്റർഡാം പെട്ടെന്ന് തന്റെ കയ്യിലുള്ള കത്തി ബില്ലിന്റെ നെഞ്ചിന് നേരെ എറിയുകയാണ്. എന്നാൽ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിലും ബില്ല് വളരെ നിസ്സാരമായ കത്തി തട്ടിമാറ്റുന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ തനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം തിരിച്ചറിയുന്നത്. ബില്ല് എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ചുറ്റും നിൽക്കുന്ന ബില്ലിന്റെ ഗുണ്ടകൾ ആംസ്റ്റർഡാമിനെ വളഞ്ഞിട്ട് പിടിക്കുന്നു. ബില്ല് അവനെ അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഒരു കരുണയുമില്ലാതെ അവനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ആംസ്റ്റർഡാമിന്റെ കവിളിൽ ഒരു വലിയ ഇരുമ്പ് കത്തി പഴിപ്പിച്ചു വെച്ച് പൊള്ളിക്കുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ പ്രീസ്റ്റ് വാലിനെ തോൽപ്പിച്ച അതേ സ്ഥലത്ത് വെച്ച് ബില്ല് ആ മകനെയും പരസ്യമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവനെ കൊല്ലാൻ അയാൾ തയ്യാറായിരുന്നില്ല. മുഖത്ത് വലിയൊരു മുറിപ്പാടുമായി ഒരു തോൽവിയായി അവനെ ഈ നഗരത്തിൽ ജീവിക്കണമെന്നതായിരുന്നു ബില്ലിന്റെ തീരുമാനം. മുഖത്തൊരു വലിയ മുറിപ്പാടുമായി എല്ലാവരാലും അവമാനിക്കപ്പെട്ട് മരണത്തിന്റെ വക്കിലെത്തിയ ആംസ്റ്റർഡാമിനെ ജെന്നി വളരെ രഹസ്യമായ നഗരത്തിന്റെ അടിത്തട്ടിലുള്ള ഇരുണ്ട ഗുഹകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾ അവനെ ശുശ്രൂഷിക്കുകയാണ്. ഇതേസമയം ആംസ്റ്റർഡാമിന്റെ സുഹൃത്തായിരുന്ന ജോണിക്ക് ഒറ്റിക്കൊടുത്തതിന്റെ കുറ്റബോധം വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നാൽ ബുച്ചർ അവനെ വെറുതെ വിട്ടില്ല. ആംസ്റ്റർഡാമിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ബില്ല് ജോണിയെ അതിക്രൂരമായി ഉപദ്രവിച്ച് ജീവശവമാക്കിയ ആ ഗുഹയുടെ മുന്നിലെ ഇരുമ്പ് വേലിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുന്നു. ജോണിയുടെ വേദന അവസാനിപ്പിക്കാൻ വേണ്ടി അവൻ തന്നെ സ്വന്തം കൈകൊണ്ട് ജോണിയെ ആ നരകത്തിൽ നിന്നും ഇല്ലാതാക്കുന്നു. ഇതോടെ ആംസ്റ്റർഡാമിന് ഒരു കാര്യം മനസ്സിലായി. ഒളിച്ചിരുന്നുകൊണ്ട് ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല. ആരോഗ്യം വീണ്ടെടുത്തവൻ പുറത്തേക്ക് വരുമ്പോൾ ഇത്തവണ ഒരു സാധാരണക്കാരനായല്ല, മറിച്ച് തന്റെ അച്ഛന്റെ പഴയ സംഘമായ ഡെഡ് റാബിറ്റ്സ് വീണ്ടും പുനർജനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. അതിനുള്ള അടയാളമായി ഒരു മുയലിനെ കൊന്ന് നഗരമധ്യത്തിലെ വലിയൊരു വേലിയിൽ അവൻ കെട്ടിത്തൂകുന്നു. ഇത് ബിൽ ദി ബുച്ചർക്ക് നേരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. തന്റെ കൂടെ നിൽക്കാൻ അവൻ ആദ്യം ക്ഷണിക്കുന്നത് പണ്ട് തന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന മോങ്ക് മങ്കിൻ എന്നൊരാളെയാണ്. താൻ കൊന്ന ഓരോ ശത്രുക്കൾക്കും പകരമായി തന്റെ വലിയൊരു മരവടിയിൽ ഓരോ അടയാളങ്ങൾ കൊത്തിവെക്കുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ട്. ഇതേസമയം രാഷ്ട്രീയക്കാരനായ വില്യം ടിഡിന് ബുച്ചറിന് ഇപ്പോൾ വലിയ അഹങ്കാരമാണെന്നും അയാൾ തന്റെ നിയന്ത്രണത്തിൽ നിന്നും പോവുകയാണെന്നും മനസ്സിലാവുന്നു. ഈ അവസരം മുതലെടുത്ത് ആംസ്റ്റർഡാം ട്യൂഡിനെ പോയി കാണുകയാണ്. വരാൻ പോകുന്ന വലിയൊരു തിരഞ്ഞെടുപ്പിൽ ബുച്ചർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പകരം ഡെഡ് റാബിറ്റ്സിന്റെ സ്വന്തം ആളായ മോങ്കിനെ മത്സരിപ്പിക്കാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ വലിയ തെരഞ്ഞെടുപ്പ് ദിവസം വന്നെത്തുന്നു. ബില്ലിന്റെ ആളുകൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആംസ്റ്റർഡാമും ട്വീഡും ചേർന്ന് വളരെ ബുദ്ധിപരമായി അവരെ നേരിടുന്നു. തങ്ങളുടെ ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും കള്ളവോട്ട് ചെയ്യിപ്പിച്ച് മോങ്ക് ആ വലിയ തിരഞ്ഞെടുപ്പിൽ ഒരു ഗംഭീര വിജയം നേടുകയാണ്. എന്നാൽ ബുച്ചർ ഇതെല്ലാം വളരെ ശാന്തമായാണ് നോക്കി നിന്നത്. പരാജയം സമ്മതിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല.
പകൽ വെളിച്ചത്തിൽ നഗരമധ്യത്തിൽ വെച്ച് മോങ്കിനെ അയാൾ നേരിട്ട് വെല്ലുവിളിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കെ ബിൽ തന്റെ കയ്യിലുള്ള ഇറച്ചി വെട്ടുന്ന വലിയ കത്തികൊണ്ട് മോങ്കിന്റെ മുതുകിൽ വെട്ടുകയാണ്. വെട്ടേറ്റ് താഴെ വീണ അയാളുടെ തന്നെ ആ വലിയ മരവടി ഉപയോഗിച്ച് ബിൽ തല്ലിക്കൊല്ലുന്നു. തന്റെ കൂടെ എന്നൊരു പ്രധാനപ്പെട്ട ആളെ കൂടി ആംസ്റ്റർഡാമിന് അവിടെ നഷ്ടപ്പെടുകയാണ്. ഇതോടെ ആംസ്റ്റർഡാമിന് തന്റെ ക്ഷമ പൂർണ്ണമായും നശിക്കുന്നു. ഇനിയും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച അവൻ ഡെഡ് റാബിറ്റ്സിന്റെ ഔദ്യോഗിക നേതാവായി മാറി ബിൽ ദി ബുച്ചറിനെ നേരിട്ടൊരു വലിയ പോരാട്ടത്തിനായി വെല്ലുവിളിക്കുന്നു. ഒളിയുദ്ധങ്ങൾ അവസാനിപ്പിച്ച് 16 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ വെച്ചാണോ തന്റെ അച്ഛൻ മരിച്ചു വീണത് അവിടെ വെച്ച് തന്നെ ബില്ലിനെ ഇല്ലാതാക്കണമെന്ന് ആംസ്റ്റർഡാം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ പോരാട്ടം നടക്കാൻ പോകുന്ന സമയത്ത് അമേരിക്കയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഏറ്റവും വലിയ കലാപം ന്യൂയോർക്ക് നഗരത്തിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. 1863 ഡ്രാഫ്റ്റ് റയോട്ട്സ് എന്നാണത് അറിയപ്പെടുന്നത്. അവിടുത്തെ സിവിൽ വാറിന് വേണ്ടി ആളുകളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കുന്നതിനെതിരെ സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു യുദ്ധം തുടങ്ങുന്നു. ഈ വലിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ 5 പോയിന്റ്സിന്റെ നടുവിലേക്ക് ആംസ്റ്റർഡാമിന്റെ ഡെഡ് റാബിറ്റ്സും ബില്ലിന്റെ നേറ്റീവ്സും നേർക്കുനേർ വരികയാണ്. എന്നാൽ അവിടേക്കൊരു വലിയ അപ്രതീക്ഷിത സംഭവം കടന്നു വരികയാണ്. ജനങ്ങളുടെ കലാപം അമർച്ച ചെയ്യാൻ അമേരിക്കൻ ഗവൺമെന്റ് നഗരത്തിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വലിയ നേവൽ കപ്പലുകളിൽ നിന്നും 5 പോയിന്റ്സിലേക്ക് പീരങ്കികൾ ഉപയോഗിച്ച് ബോംബാക്രമണം തുടങ്ങുന്നു. എങ്ങും പുകയും പൊടിയും മാത്രമായി മാറുന്നു. ഇതിനിടയിലൂടെ ആംസ്റ്റർഡാമും ബില്ലും പരസ്പരം പോരാടാൻ തുടങ്ങുകയാണ്. പൊട്ടിത്തെറികളുടെ നടുവിലൂടെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളുമായി അവർ ആ അന്തിമ പോരാട്ടം തുടരുന്നു. രക്തം വാർന്ന് പൂർണ്ണമായും തളർന്ന അവസ്ഥയിൽ ബില്ല് ആംസ്റ്റർഡാമിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. തന്റെ തോൽവി അയാൾ പൂർണ്ണമായും സമ്മതിക്കുന്നു. ആ അവസാന നിമിഷത്തിൽ ആംസ്റ്റർഡാം തന്റെ കയ്യിലുള്ള കത്തികൊണ്ട് ബില്ലിന്റെ നെഞ്ചിൽ കുത്തി അവിടെ വെച്ച് അയാളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. തന്റെ അച്ഛന്റെ വലിയൊരു പ്രതികാരം അവൻ അങ്ങനെ നിറവേറ്റുകയാണ്. ചോരക്കളമായി മാറിയ ആ വലിയ നഗരം ഇപ്പോൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കലാപം അവസാനിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ബിൽ ദി ബുച്ചറിന്റെ ശരീരം ആംസ്റ്റർഡാമിന്റെ അച്ഛനായ പ്രീസ്റ്റ് വാലന്റെ ശവകുടീരത്തിന് തൊട്ടടുത്തായി അവർ അടക്കം ചെയ്യുന്നു. തുടർന്ന് ജെന്നിയോടൊപ്പം ആംസ്റ്റർഡാം ആ നഗരം വിട്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. കാലം കഴിയുന്തോറും അവരുടെ ശവകുടീരങ്ങൾ കാടുപിടിച്ച് നശിക്കുന്നതും ആ വലിയ ന്യൂയോർക്ക് നഗരം വലിയ വലിയ സമുച്ചയങ്ങളുമായി ഒരു ആധുനിക നഗരമായി മാറുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. വേറൊരു അടിപൊളി കഥയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ Hasta la vista, baby.